അപ്പോൾ നമ്മളിന്ന് ഡയറക്റ്റ് കിടക്കുകയാണ്. മൊയിൻഖാനെ അദ്ദേഹത്തിൻ്റെ പരിചയം ഉണ്ടാകും. നമ്മൾ സാധാരണ ഞങ്ങൾ ഡിസ്കഷനിൽ ഉണ്ടാകുന്ന ഒരാളാണ് നിങ്ങൾ. അതായത് വ്ളോഗ് എന്നുള്ളത് ഇന്ന് ഏത് സാധനവും അത് തുടങ്ങിയിട്ട് പിന്നെ അതിന് ഒരു വേറൊരു ലെവലിലേക്ക് അത് പോലെ ഉണ്ടല്ലോ. അതായത് സമൂഹത്തിന് അതുകൊണ്ട് ഉപദ്രവമായിട്ടുണ്ടാവും ചിലത്. അപ്പം അങ്ങനത്തെ ഒരു കാലത്ത് വളരെ കണ്ടന്റിൽ വളരെ കണിശമായ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ച് നിങ്ങൾ പോകുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞാനിന്നലെ വൈഫ് ഹൗസിലൊരു പ്രോഗ്രാമിലായിരുന്നു. അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് നാളത്തെ ലൈവിൽ അവരെ സ്ഥിരം കേൾക്കാറുണ്ട്. അപ്പോൾ അവിടെ വന്ന ഉപ്പയുടെ ചില ഫ്രണ്ട്സ് പറഞ്ഞു നാളത്തെ ലൈവിൽ മൊയിനുക്കയാണെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നേരിട്ട് പരിചയമുള്ള ചില ആളുകളൊക്കെ ഉണ്ട് മൊയിനുക്കയെ. മാത്രമല്ല ലൈവുകൾ വീഡിയോകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മൊയിനുക്ക അതൊന്ന് നിങ്ങളൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് തുടങ്ങാം. ഞാൻ മൊയിനുദ്ദീൻ. ഞാൻ ആക്ച്വലി പാലക്കാട്ടുകാരനാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ പെറ്റമ്മ പാലക്കാടും പോറ്റുമ്മ മലപ്പുറം എന്ന് പറഞ്ഞ മാതിരി ഏകദേശം വയസ്സിൻ്റെ പകുതിയോളം മലപ്പുറം ജില്ലയിലും പകുതി കുട്ടിക്കാലവും കാര്യങ്ങളൊക്കെ ആയിട്ട് പാലക്കാട് ജില്ലയിലും കഴിച്ചാണ്. ഇവിടെയാണ് താമസം? ഇവിടെ തന്നെ. ഇവിടെ ഏകദേശം പെരിന്തൽമണ്ണയിൽ മാത്രമായിട്ട് 12 കൊല്ലമാവണം. നമുക്കത് അറിയില്ല. 12 കൊല്ലമാണ്. ഞാൻ നിങ്ങൾ പ്രവാസിയാണെന്ന് ധരിച്ചു. പ്രവാസി തന്നെയായിരുന്നു. പ്രവാസി തന്നെയാണ്. പക്ഷെ ഭാര്യ മക്കളൊക്കെ ഇവിടെ തന്നെയാണ്. ഭാര്യ ഇവിടെ സ്കൂളിലൊരു ടീച്ചറായിരുന്നു. ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്നപ്പോൾ ടീച്ചർ പരിപാടി നിർത്തിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ പെരുന്തൽമണ്ണ വന്നത്. ഇപ്പോൾ വീട്ടിലുണ്ട്. പ്രവാസം എത്ര വർഷം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ 97 ആദ്യമായിട്ട് പ്രവാസ ജീവിതം തുടങ്ങുന്നത്. ഏകദേശം 2000 പരിപാടി നിർത്തുകയും ചെയ്തു. എവിടെയായിരുന്നു? ഞാൻ ഫസ്റ്റ് തുടക്കം ഖത്തറിലായിരുന്നു. പിന്നെ ഖത്തറിൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ കല്യാണം വാപ്പാൻ്റെ മരണം അതോടെ ഗൾഫ് വേണ്ടെന്ന് വെച്ച്. അത് കല്യാണം കഴിച്ചിട്ട് പിന്നെ പ്രവാസി ആയിട്ടില്ല? അതാണ് 2008 വീണ്ടും പ്രവാസം എടുത്ത് തലേ വെക്കുകയാണ്. അത് ഈ കഴിഞ്ഞ ഒരു 1.5-2 വർഷം വരെയും പ്രവാസി തന്നെയായിരുന്നു. വന്നും പോയിക്കൊണ്ടിരിക്കും. മറ്റ് പ്രവാസികളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഓരോ സംഗതികൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ട കുറേ സംഗതികളുടെ അതിപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന എൻ്റെ ജ്യേഷ്ഠന്മാരായിരുന്നു. 23-27 കൊല്ലമൊക്കെ പ്രവാസികളായിട്ട്. അതായത് പ്രവാസം എന്ന് പറയുമ്പോൾ എല്ലാവരും സമ്പാദ്യത്തിൻ്റെ പിന്നാലെ തന്നെ പോകുന്നത്. പക്ഷേ സമ്പാദ്യം കൂടാതെ തൊലഞ്ഞു പോകുന്ന ഒരു ജീവിതമുണ്ട്. അപ്പോൾ ആ ഒരു സംഗതിയിൽ ഞാൻ മാക്സിമം നിന്നിട്ടുള്ളത് ഒരു ചെറിയ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് 1 വർഷം 2 മാസം അങ്ങനെയൊക്കെയാണ് മാക്സിമം ഗൾഫിൽ കൂടുതൽ കാലം നിന്നിട്ടുള്ളത്. അല്ലാത്തത് ഞാനൊരു 4 മാസം 6 മാസം ആകുമ്പോൾ ഫാമിലിയായിട്ട് എപ്പോഴും വരലും പോക്കും അവരങ്ങോട്ട് കൊണ്ടുപോകലൊക്കെ ആയിട്ട് അങ്ങനെ പ്രവാസമായിരുന്നു ഏകദേശം 2 വർഷം വരെ. നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു കമൻ്റ് ഉണ്ടല്ലോ, എല്ലാം സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാതെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന പ്രവാസങ്ങൾ. അതെ അതെ. അപ്പോൾ ഞങ്ങൾ ഈ ഡിസ്കഷനിലിരുന്ന് നമ്മൾ പെരിന്തൽമണ്ണ ഇവിടെ സലഫി മസ്ജിദിലെ ഖത്തീബ് പീസ് റോഡിൻ്റെ CEO ഹാരിസ് ബിൻ സലീം നമ്മളും തമ്മിലൊരു ചർച്ച ഉണ്ട്. സ്നേഹക്കൂട് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതിലൊരിക്കൽ നമുക്കൊരു വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അനുഭവം ഇതാണ്: ഒരു സഹോദരി അവരുടെ അയൽവാസിയായ ഒരു ആള് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ആ കാര്യം അവരുടെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ നിങ്ങൾ വരിയും ഇവിടെ ഇങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ഒരു ജീവിതത്തിൻ്റെ പ്രാരാബ്ധത കൊണ്ടും പ്രയാസം കൊണ്ടും അയാൾ നീ ക്ഷമിക്കുമോളെ എന്ത് ചെയ്യും നമ്മളെ അവസ്ഥകളെന്ന് ചോദിച്ചൊരു ഫീഡ്ബാക്ക് വായിക്കണ്ടായി. അപ്പോൾ നമ്മൾ അന്ന് വളരെ വൈകാരികമാണ് ശരിക്കും അങ്ങനത്തെ ഒരു മെസ്സേജ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കുക. അയാൾക്ക് വരണം, അയാൾ ജോയിൻ ചെയ്യാൻ പറ്റണില്ലല്ലോ. അപ്പോൾ കൂടണയാത്ത കിളികൾ എന്നുള്ള പേരിൽ നമ്മളൊരു എപ്പിസോഡ് ചെയ്തു. കൂടണയാത്ത കിളികൾ ഒരുപാട് ആളുകളെ കൂടണയിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ പ്രവാസം നിർത്തി, അവർ പുതിയ വഴികൾ തേടി. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ മൊയിനുദ്ദീൻ ഇവിടെ എത്തുന്നതിലെ ഒരു മർമ്മം അദ്ദേഹം പ്രവാസി ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാരണങ്ങളൊന്നുമല്ല. മൊയിൻ വ്ളോഗ് തുടങ്ങിയപ്പോഴാണ് അല്ലേ? മൊയിനുക്കായി വ്ളോഗിൻ്റെ ഒരു ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതായത് ഞാൻ എല്ലാവരുടെയും പറയില്ല, ആര് ചോദിച്ചാലും എനിക്ക് മര്യാദയ്ക്ക് സോഷ്യൽ മീഡിയയും കൂടി കൈകാര്യം ചെയ്യാൻ അറിയാത്തൊരാളായിരുന്നു. പൊതുവേ തുടക്കത്തിലൊക്കെ ഈ വ്ളോഗിങ്ങും വ്ളോഗേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്ടപ്പെടാത്തൊരു സംഗതിയിനോടുള്ളൊരു മാറ്റി നിർത്തലുണ്ടല്ലോ, അതുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഈ വ്ളോഗേഴ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ അവസാനത്തെ ഒരു കെഞ്ചലുണ്ടല്ലോ, ദയവ് ഇത് പ്ലീസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യൂ. ആ ഒരു സംഗതിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റീടേക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ഞാൻ വളരെ കുറഞ്ഞൊരു സംഗതിയിൽ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ.
പിന്നെ ഞാൻ വ്ളോഗറായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. അതൊരു അങ്ങനെ ആയി മാറിയതാണ്. രണ്ടാമത്തെ കൊറോണയിൽ എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി മൂത്തശ്ശി മരണപ്പെടുകയും അപ്പോൾ ആ വീട്ടിലേക്ക് കുറച്ച് ദിവസം എൻ്റെ ഭാര്യ അവിടെ താമസിക്കുകയും ഞാൻ അവിടെ നിരന്തരം പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അവരുടെ ഒരു മൂത്ത മകനുണ്ട് മണ്ണാർക്കാട്ടുള്ള വാസിൽ എന്ന് പറഞ്ഞിട്ട്. അവൻ ഈ ഓൺലൈൻ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പൊതുവേ ആളൊരു സൈലൻറ്റ് നേച്ചറാണ്. പക്ഷേ അവന് ഇതുപോലൊരു വ്ളോഗ് തുടങ്ങാനും പറ്റിയൊരു ആങ്കറിനെ തിരഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരുപാട് പേരിനെ വെച്ചൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ അവനെ ഉമ്മാൻ്റെ മരണം സമാധാനിപ്പിക്കലും അതേപോലെ തന്നെ അവന് പൊതുവേ ഒരു സംസാരിക്കാത്ത ഇതിലായിരുന്നു. പക്ഷേ അവനവൻ്റെ ഉമ്മാൻ്റെ മരണത്തോടെ നന്നായി സംസാരിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അത് ഇൻബാലൻസിങ് ആണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അവനൊന്ന് ലെവലാക്കാൻ വേണ്ടി അവൻ്റെ കൂടെ ഒരുപാട് നേരം ഇരിക്കലും അപ്പോൾ അവനെ എൻ്റെ പൊതുവേ ബേസിക്കലി ഞാൻ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഒരു സംസാരത്തിൽ അവനിങ്ങനെ ഒരു ആശയം പങ്കുവെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ 3 മക്കളുണ്ട്, ഭാര്യ, അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്, അതങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പറ്റാത്ത പണിയാണ് അത് ഈ വയസ്സാങ്കാലത്ത് നമുക്ക് വേണ്ടത്. അതായത് വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് മാത്രമുള്ളതാണ്. ഈ വ്ളോഗിങ് നമ്മൾ ഈ കാണുന്ന ഇപ്പോഴുള്ള, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. അത് മാത്രമായിരുന്നു നമ്മൾ കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആ പരിപാടി നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല കൊച്ചപ്പ അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിലൊന്നും വഴങ്ങിയില്ല. ഏറ്റവും അവസാനം എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് അവൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ആ ഫാമിലി അറ്റ്മോസ്ഫിയർ, അപ്പോൾ എല്ലാവരും ഈ ഒരു മരണമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. പ്രത്യേകിച്ച് കൊറോണ 2ാം ഘട്ടം. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസമാണ് മാക്സിമം വന്നാലും നിൽക്കുക. അപ്പോൾ പോകാൻ പറ്റാതെ കുടുങ്ങി നിൽക്കുക. വീട്ടിലും ഈ പറഞ്ഞമാതിരി തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, പൊതുവേ എന്നെ അങ്ങനെ പറയുന്ന ഒരു നേച്ചറാണ്, അങ്ങനെ ഈ കാണുന്നതൊന്നുമല്ല, കുറച്ച് പൊട്ടിപ്പൊരിഞ്ഞിട്ടാണെന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം. അപ്പോൾ ശരി, ഇവൻ്റെ കൂടെ ഇവന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും വ്ളോഗിങ് മേഖലയോ അങ്ങനെയൊന്നും ആവുന്നൊന്നും പ്രതീക്ഷയല്ല കേട്ടോ. അപ്പോൾ ഇവൻ്റെ കൂടെ ഇവനെ സമാധാനിപ്പിക്കാനും വേണ്ടിയിട്ട് ആദ്യം ഒരു വ്ളോഗ് ചെയ്യുന്നത് തന്നെ ഒരു വ്ളോഗായിട്ട് ചെയ്തതല്ല. ഞാൻ ഗൾഫിൽ നിന്ന് ആ സമയത്ത് വരുന്ന സമയത്ത് അവിടെ നിന്ന് പറ്റാത്ത ചില കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യാനും വേണ്ടി ശ്രമിക്കലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സുഖമില്ലാത്ത ഒരാളിനെ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റാഫിൻ്റെ ആയിരുന്നു അവിടുന്ന്. അപ്പോൾ അയാളെ ഞാൻ വന്ന് ഇവിടുന്ന് കോയമ്പത്തൂർ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറോണ സമയത്ത് കംപ്ലീറ്റ് 4 വീലറൊന്നും കടത്തി വിടൂല. അപ്പോൾ ഒരു 2 വീലറും എടുത്ത് അയാൾക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി കോയമ്പത്തൂർ പോകണം. അപ്പോൾ യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് റിസ്വാൻ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിൻ്റെ മോൾക്കൊരു ഇലക്ട്രിക്കൽ ബൈക്ക് ഇറങ്ങിയ സമയമാണ്. ആ ബൈക്ക് വാങ്ങണം എന്ന് പറയുന്നത്. ആ ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ അന്വേഷിക്കാൻ കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ബ്രാൻഡൊന്നും പറയുന്നില്ല, ഇനിയിപ്പോൾ അതിൻ്റെ പ്രൊമോഷനാണെന്ന് പറയണ്ട. അപ്പോൾ അത് പോയി അന്വേഷിക്കലും അതിനെക്കുറിച്ച് ജസ്റ്റ് അവൻ അറിയാൻ വേണ്ടി. അപ്പം ഞാൻ ഏതൊരു സംഗതിയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേഗം ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും. അതോടെ കംപ്ലീറ്റ് കഴിഞ്ഞല്ലോ, നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യലും പറഞ്ഞു കൊടുക്കണമെന്നും വേണ്ട. അതുപോലെ ചെയ്തു. അത് ഈ പറഞ്ഞ വാസിൽ അതിനെ എഡിറ്റ് ചെയ്തിട്ടാണ് ആദ്യത്തെ വീഡിയോ ആയിട്ട് ഇറങ്ങുന്നത്. ഒരു ബ്രാൻഡ് ശരിക്കും വാസിലാണ് പിക്ചർ. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇപ്പം ഞാൻ നിങ്ങളെ ഒരു വ്ളോഗ് വളരെ വളരെ എന്താ പറയുക അറ്റൻറ്റീവായി, വളരെ എന്താ പറയുക മനസ്സിക്കെടുത്ത് കാണുന്നത് ഈ പുലാമന്തോളുള്ള ഒരു കുട്ടിയുണ്ടല്ലോ. പുലാമന്തോളുള്ള ഒരു നജീബ് കാന്തപുരൊക്കെ അവിടെ വിസിറ്റ് ചെയ്തൊരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തൊരു വ്ളോഗാണ് ചെറുപ്പക്കാരന് വേണ്ടിയിട്ട്. അതാണ് ഞാൻ കാണുന്നത്. ആളെ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഇല്ല, ആരാണെന്നൊന്ന് എക്സാക്ട് അതിന്റെ സാഹചര്യം ഒന്ന് പറയാം. അവന്റെ അതിപ്പോ ഒരു 3-3.5 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇങ്ങനെ മനസ്സിൽ നമ്മളിങ്ങനെ ചിലതൊരു ഫ്ലാഷ് ആയിട്ട് കിടക്കുമല്ലോ. അതായത് അവൻ കുറച്ച് ഡിഫറെന്റ്ലി ഏബിൾഡാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവനെ ഒരു ഷോപ്പോ കടകൾക്കായി മാറിയ അത് പുലാമന്തോളില്ല, നമ്മുടെ ഇവിടെ പുന്യാകുറിശി റോഡ് സൈഡ്. അത് ഇന്നലെയും കൂടി ഞാൻ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയപ്പോൾ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ മൗലാനയിൽ വർക്ക് ചെയ്യും. അത് വേറൊന്നുമല്ല, നമ്മളൊരു പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ബൈപ്പാസ് കൂടെ ഇങ്ങനെ പാസ് ചെയ്യും. ആ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു കുട്ടി കോഴിയും വേറെ എന്തൊക്കെയോ ഫ്രൂട്ട്സൊക്കെ വിറ്റ് നിൽക്കണം ജസ്റ്റ്. അപ്പോൾ അവനെ പ്രോത്സാഹിപ്പിക്കാണ്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവനെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ. ചെറിയൊരു കുട്ടി പറഞ്ഞാൽ വളരെ ചെറുത്, അവനെ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പക്ഷേ ഹൈറ്റ് കുറവാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നത്, അപ്പോൾ ഈ കോഴി ഇതൊക്കെ കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? എൻ്റെ കാക്കു വരാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാക്കു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയൊരാൾ, അങ്ങനെയുള്ള ഒരാളല്ലേ. അപ്പോൾ ഈ കാക്കു വരാണ്ട്, കാക്കു വന്നിട്ട് കോഴിൻ്റെ വില പറയാൻ പറ്റുള്ളൂ പറഞ്ഞു. ശരി, എന്തായാലും ഞാൻ കോഴിൻ്റെ വിലയൊക്കെ ചോദിച്ച വഴിക്ക് അവനൊരു പ്രതീക്ഷ ഉണ്ട് ഞാൻ വാങ്ങുന്നുള്ളത്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ശരി ഇപ്പോൾ കാക്കു വരും, ഭക്ഷണം കഴിക്കാൻ പോയാണ്, കാക്കു വരുന്നു. അപ്പോൾ കാക്കു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഡിസേബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അവനൊന്ന് ചേർത്ത് പിടിച്ചു.
ഞാൻ പറഞ്ഞത് എന്തെന്നെ ആയാലും ഇങ്ങനെയല്ലേ, ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്തതിനെ കൊണ്ട് അപ്പം ഏതൊരു വീഡിയോയിലും നമുക്ക് നെയ്യത്ത് എന്നുള്ളത് എന്താ വെച്ചാൽ നമുക്ക് റീച്ച് ഇല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ന് ഈ സീറ്റിൽ വന്നിരിക്കുന്നതും നിങ്ങൾ എന്നെ വിളിക്കണം റീച്ച് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ റീച്ച് സെക്കൻഡറിയും ഫസ്റ്റ് ഉള്ള നെയ്യത്ത് ഇത് തുടങ്ങുന്ന സമയത്ത് അതാണ് ഞാൻ വീണ്ടും അതിലേക്ക് പോവുക. ഇതൊന്ന് പറയാം. അങ്ങനെ കാക്കു വരുന്നു, ക്രോസ് ചെയ്യണു, ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞു, കാക്കുവിനെ എടുക്കണു, അവിടെ വെച്ചിട്ട് കോഴീനെ കുറിച്ചും അതിനെക്കുറിച്ചും ബ്രീഫായിട്ട് പറയുന്നു. പിന്നെ നമ്മുടെ നജീബ് കാന്തപുരം സാഹിബ് ഏറ്റെടുക്കുന്നു, അങ്ങനെ എല്ലാവരും ഏറ്റെടുക്കുന്നു. അവനൊരു കടയാവുന്നു. അതിൻ്റെ ഇടയിൽ കണ്ണൂരിലുള്ള ഒരു റാഷി സാഹിബ് വന്നിട്ടൊരു ഫ്രൂട്ട് സ്റ്റാൾ ഇട്ട് കൊടുക്കുന്നു, പിന്നെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ 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 അവൻ്റെ ആ വെച്ചടി കയറ്റം അങ്ങനെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ കൂലി എന്ന് പറയുന്നത്. അപ്പോൾ അതില് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ തുടക്കത്തിൽ എൻ്റെ ഭാര്യ ഏറ്റവും ആദ്യം പറഞ്ഞാൽ എന്താ അറിയോ, ഇതൊരു സംഗതി നിങ്ങളിപ്പോൾ ഈ തുടങ്ങിയ ഈ പരിപാടി കാര്യങ്ങൾ ഇതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഈ ഒരു സംഗതി എപ്പോൾ സമൂഹത്തിന് മോശമായിട്ട് തോന്നുന്നോ അല്ലെങ്കിൽ ഒരു ഉപകാരം ഇല്ലാണ്ടാവണോ, ഇത് എപ്പോൾ നമുക്കൊരു ചീത്തപ്പേരുണ്ടാക്കണോ അന്ന് ഇത് മടക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ പരിപാടിയായിട്ട് പോകണം. അപ്പോൾ ഒരു ധൈര്യം എനിക്കുണ്ട്. ഒരു ധൈര്യം എന്താ അറിയോ, ഇപ്പോൾ പീസ് റേഡിയോ പ്ലാറ്റ്ഫോമിൽ മൊയിൻക്ക് ഇരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ധൈര്യം, സാധാരണഗതിയിൽ റീച്ച് കുറയുമ്പോൾ അവസാനം പൊണ്ടാട്ടിനെയും കൊണ്ടൊരു ഇറക്കണ്ട്. മൂപ്പര് വിചാരിച്ചാലും ഓരെ കിട്ടൂല. ഒരിക്കലും എന്റെ ഭാര്യ ഇന്നേ വരെ അത് ഭാര്യയും മക്കളും ഒന്നും വരില്ല, എങ്കിലും മക്കള് ഓരോ സാഹചര്യത്തിന്റെ ഇതിലായിട്ട് മക്കൾ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ മക്കളാണെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല, ആൺകുട്ടിയെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭാര്യ ഒരു ഭാഗത്ത് ഒരു അത് ഇന്നേനെ പറയും, ഞാൻ ഒരു കാറ് വാങ്ങുന്ന സമയത്ത് അത്ര അടുത്ത സുഹൃത്തായിരുന്നു, അതിലറിയാതെ പെട്ടുപോയപ്പോൾ എഡിറ്റ് സമയത്ത് അതിൻ്റെ അവളുടെ മുഖത്തായിട്ട് ആ എംബ്ലം കൊണ്ടേ വെച്ചിട്ട് അങ്ങോട്ട് മറിച്ച്. ഒരിക്കലും അതിനിറങ്ങൂല എന്തായാലും. അല്ല, അത് അതിലുള്ളൊരു പ്രശ്നം അതൊരു വ്യാപാര സാധ്യതയാക്കുന്നതിനെയാണ്. ഇനിയിപ്പോൾ കാണുന്ന ആളുകൾ അതല്ല വേറെ തലത്തിലേക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ല. അതൊരു വ്യാപാര സാധ്യതയാക്കി ഒരു പ്രദർശന വസ്തുവാക്കുന്ന ഒരു തെറ്റായ വ്ളോഗിങ് കൾച്ചർ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതല്ല, ഇതെന്താ പറയുക, ഓരോരുത്തർ ഫാമിലി ആയിട്ട് ഇറങ്ങലും വൈഫായിട്ട് ഇറങ്ങലും കുട്ടികളായിരിക്കും. ഓരോരുത്തർ ചിലവരുണ്ടായിരുന്നു ഫാമിലി ടൂറായിട്ടും അങ്ങനെ പല പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യാറ് സത്യത്തിൽ. അതല്ല, ഞാനിപ്പോൾ പറയാം, ഞാനിപ്പോൾ ഈ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഏകദേശം ഒരാഴ്ച നമ്മൾ വ്ളോഗിങ് ഒന്നും ചെയ്യില്ല. നമുക്കെന്താ അറിയോ, ശരീരം മാത്രമായാലും പോകണം, മനസ്സും കൂടി ഉഷാറാകുമ്പോൾ ഈ വ്ളോഗിങ് ശരിക്കും പുറത്തേക്ക് വരുള്ളൂ. ആ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ട്, ക്യാമറയുടെ മുമ്പിൽ മീൻസ് ഒരു ഇതിനായിട്ട് വന്നിരിക്കണം ഇപ്പോഴാണ്. അവിടെ വെച്ചിട്ട് ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട്, അല്ലാതെ നമ്മൾ വ്ളോഗ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞെങ്കിലും ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സംഗതി ഇപ്പോൾ കണ്ടന്റ് ഇല്ലാണ്ട് വരുമ്പോൾ, കണ്ടന്റ് ഇല്ലെങ്കിൽ പഴയതെടുത്ത് റീപോസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ, അല്ലാതെ നമ്മളുടെ ഒരു എത്തിക്കലി അല്ലെങ്കിൽ നമ്മുടെ ഒരു നിലപാടുണ്ടല്ലോ അത് മാറ്റിയിട്ടുള്ള പരിപാടികളില്ല. അതൊരു പ്രധാനമാണ്. കാരണം ശരിക്കും ഈ വ്ളോഗിങ് വന്നതോടുകൂടെ നമ്മുടെ മൊത്തം കൾച്ചറിനെ അത് വളരെ ശക്തമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരാൾ അയാളുടെ ഫാമിലിനെയും കൊണ്ട് പർച്ചേസിന് പോവുകയാണ്. ഒരു പക്ഷേ ഇവിടുത്തെ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആളുകൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഇവരെടുത്തു നിന്നൊരു ചെറിയ ടൈപ്പ് ഉണ്ടാവും. ആ ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ അവിടെ ഭർത്താവായിട്ട് ഒന്നിച്ച് വന്ന് ഒരു സഹോദരി ഇങ്ങനെ എല്ലാ പാക്കും എടുത്തിടുന്നു. അവിടെ മൂപ്പര് വളരെ ചിരിച്ച് സുസ്മിതവദനായി ഇങ്ങനെ നിൽക്കുന്നു. ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കണ ഒരു സ്ത്രീ അപ്പുറത്ത് മൂപ്പര് ഇരിക്കുന്നുണ്ടാവും. ഈ സ്ത്രീൻ്റെ ആളവിടെ ഇരിക്കുന്നുണ്ടാവും. മൂപ്പര് സാധാരണ നമ്മളെ ആളുകൾ പുരുഷന്മാർ കയറിയാൽ ഒരു സ്ഥലത്ത് കയറിയാൽ വേഗാക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതിലൊരു എഡിറ്റിംഗ് ആവശ്യമുണ്ട്. സ്ത്രീകൾ വേഗത ആക്കേണ്ടതുണ്ട്. രണ്ടിൻ്റെ അടിയിലാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് എത്ര സമയമാണ്, എന്തൊക്കെ സാധനം വാങ്ങിക്കൊടുക്കണേ, ഇങ്ങനൊരു ഇതിൽ ഇങ്ങനത്തെ ഒരു ഇന്നറിലൊരു സാധനം ഇങ്ങനെ വർക്കൗട്ടുണ്ട്. ഈ വ്ളോഗിങ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഈ കൾച്ചർ മൊത്തം മാറുന്ന ഒരു സാധനം എന്നിലൂടെ വരുന്നു എന്നുള്ളത് എന്ത് ചെയ്യണില്ല, ശ്രദ്ധിക്കണില്ല. അപ്പം നിങ്ങൾ ഈ മൂല്യങ്ങളെ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണിത്. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഏതെല്ലാം നിലക്കത് ഈ സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ കൂടായിട്ട് പോയി ഇത് വാങ്ങുമ്പോൾ ഇതിങ്ങനെ കാണുന്നൊരു കുട്ടി, അവിടെയൊക്കെയുള്ള കുറേ പെയിനുകളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞത് ആഡ് വേണ്ടാന്നോ ഇങ്ങനത്തെ സാധനങ്ങൾ വേണ്ടാന്നൊന്നുമല്ല. പക്ഷേ ഇങ്ങനൊരു മനസ്സോടുകൂടെ ഒരാൾ ഒരു വ്ളോഗിങ്ങിലേക്ക് നിൽക്കുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, ഇങ്ങനൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന സോഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്
ഒരു പ്രധാന സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നെയ്യത്ത് എന്നുള്ളത്, അതായത് നമ്മൾ ഒരു വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചിന്തിക്കാൻ പറയുന്നത്, ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നതിനെ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടുക, അല്ലെങ്കിൽ അവർക്കൊരു ഉപകാരമാവുക. ഇൻഫർമേഷൻ അതേപോലെ തന്നെ വ്യക്തിഗതമായിട്ട് പറയുകയാണെങ്കിൽ 4 ചുമരുകൾക്ക് ഒതുങ്ങിക്കൂടി ആരും അറിയാതെ ലോകം അറിയാതെ കിടക്കുന്ന കുറേ പേരുണ്ട്. അവരെങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് അവർ രക്ഷപ്പെട്ടു പോകുക. അവർ രക്ഷപ്പെട്ടു പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു കുളിരുണ്ട്. അതൊക്കെയാണ് നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പിന്നെ എന്താ പറയുക, ആഡും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പറ്റില്ല. എൻ്റെ ഭാഗത്തുനിന്നും ഈ പറഞ്ഞ മാതിരി തന്നെ ഈ വ്ളോഗിലൂടെ തെറ്റുകൾ പറ്റാറുണ്ട്, ജനങ്ങൾ ചൂണ്ടിക്കാറിക്കാറുണ്ട്, അത് ഞാൻ തിരുത്തലുണ്ട്. നമ്മൾ ആരും പൂർണ്ണരല്ല. അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഈ ആഡും കാര്യങ്ങളും, പിന്നെ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് എനിക്ക് തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റുന്നത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നെഗറ്റീവ് എന്നുള്ളത്, നെഗറ്റീവ് എന്താ പറയുക, അതിനായിട്ട് പടച്ചോൻ കുറച്ച് പേരെ പടച്ച് വെച്ചിരിക്കുകയാണ്. അവർക്ക് അവരുടെ ജോലിയാണത്. എന്തിലും നെഗറ്റീവ് കാണാൻ. ഇപ്പം ഞാൻ ഈ ഇരുന്ന് പറയുന്നതിലും എന്തിലായാലും ഇതിന്റെ എന്ത് നെഗറ്റീവ് ഉണ്ട് എന്ന് നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാർ, അവരെ തിരുത്താൻ പറ്റും. സൈക്കാട്രിക് ഇഷ്യൂ ആണ്. അതെ. അവരെ എന്തിനാണ് നെഗറ്റീവ് പറയേണ്ടതെന്നും കൂടി ഇല്ല. അതായത് നമ്മളൊക്കെ ആ ഇപ്പോൾ ലാസ്റ്റുള്ള വയനാട്ടിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി വന്ന് നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും ഒന്ന്, അവിടുത്തെ ആ ഒരു രക്ഷാപ്രവർത്തകർ ചെയ്യുന്നതിൻ്റെ ഒരു മണൽത്തരിയോളം നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടി ആ ചെയ്യുന്നതിൽ ജസ്റ്റ് ഒന്ന് പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൂടി കൂടുതൽ ചെയ്യാമെന്നുള്ള അതിൽ വരെ നെഗറ്റീവ് കണ്ട് ഇത് റീച്ചിനല്ലേ മറ്റേനല്ലേ മറിച്ച് അങ്ങനെ, അത് നിങ്ങൾ പറഞ്ഞ മാതിരി അതൊരു സൈക്കാട്രിക് ഇഷ്യൂ തന്നെയാണ്. അത് പിന്നെ നമുക്ക് തിരുത്താൻ കഴിയില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ എൻ്റെ ഈ വ്ളോഗിലൊക്കെ എനിക്ക് പറ്റിയ ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ അത് ചിലവർ നല്ല രീതിയിൽ ചൂണ്ടിക്കാണിക്കും, ചിലവർ അവരുടേതായിട്ടുള്ള ലാംഗ്വേജിൽ തെറി പറഞ്ഞിട്ടൊക്കെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നുന്ന സമയത്ത് അത് മാറ്റലും, ചിലപ്പോൾ ഞാൻ ചിലവരുടെ അടുത്ത് സോറി പറയലും, അറിയാതെ പറ്റിയതാണെന്നൊക്കെ പറയലും, പിന്നെ അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിപ്പോൾ പുണ്യാകൃഷിയിലെ ഒരു അനുഭവം പറഞ്ഞല്ലോ, ഇങ്ങനെ നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്ന നിങ്ങളുടെ കുറേ സംഗതികളുണ്ട്. നമ്മൾ ഷിബിലി റാഷിദാണ് എൻ്റെ തുടക്കത്തിൽ വരുന്നത്. 2 മറ്റേ ഡിസേബിൾ ആയിട്ടുള്ള വളർച്ചയില്ലാത്ത 2 കുട്ടികൾ, അവർ ഒരു തകരപ്പാട്ടയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നു, ജനങ്ങളത് ഏറ്റെടുക്കുന്നു. ഇതിലൊന്നും നമുക്ക് ക്രെഡിറ്റ് ഇല്ല കേട്ടോ. ആ ജനങ്ങളെ ഏറ്റെടുക്കുമ്പോഴുള്ള ഒരു സന്തോഷമാണ്. ഏറ്റെടുക്കുന്നു, അവർക്ക് വീടാവുന്നു. ഇപ്പം വളരെ സുഖമായിട്ടൊക്കെ അവർ കഴിഞ്ഞു പോകുന്നു. അവര് മണ്ണാർക്കാട് തച്ചമ്പാറ പറഞ്ഞ സ്ഥലത്ത്. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു മറ്റേ വിനീത പറഞ്ഞൊരു കുട്ടി പെട്രോൾ പമ്പിൽ ജോലി ചെയ്യണം, നന്നായി പാട്ട് പാടും. അപ്പോൾ അതിനൊരു ചെറിയൊരു ക്രിയേഷൻ, വിനീത അവിടെ എന്നൊക്കെ പറഞ്ഞ് ചെല്ലണം, വിനീതിനെ കൊണ്ട് പാട്ട് പാടിക്കണം, ആ പാട്ട് ഹിറ്റാവണം. പിന്നെ അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് വീടാവുന്നു, പിന്നെ ജോലിയാവുന്ന ആൾക്കാർ, പിന്നെ നല്ലതാകുമ്പോൾ കൂടുതൽ പറയാതിരിക്കുക. അല്ല, ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ പോകേണ്ടിരുന്നല്ലോ. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് നമ്മളെന്താ പറയുക, ചില സംഗതികളിൽ ഇപ്പോൾ അദ്ദേഹം സൈക്കോ ആണ്, അദ്ദേഹം മനോനില തെറ്റിയതാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ സൗണ്ട്, എൻ്റെ വീഡിയോ, എൻ്റെ പിക്ചർ ഒന്നും പുറത്ത് വരരുതെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് നമ്മൾ മാനിച്ചുകൊണ്ട് അയാളെ മറച്ച് നിർത്തി, എന്നാൽ പിന്നെ അയാളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സംഭവമാണ് ചെയ്തത്. പക്ഷേ അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ തുടക്കം അയാളെ കാണുമ്പോൾ തന്നെ അദ്ദേഹം ഫസ്റ്റ് എല്ലാവരും പറഞ്ഞു, ആ നാട്ടുകാർ മൊത്തം പറഞ്ഞു, ഒരു നാടൻ ലാംഗ്വേജിൽ ഒരു പ്രാന്തനുണ്ട് ഇവിടെ, എങ്ങനെ സംസാരിച്ച് കിടക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ, പ്രാന്തൻ എന്നതിലുപരി നമ്മൾ വേറൊരു വഴിക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെക്കാട്ടി എത്ര ഉയരത്തിലാണ്. അവൻ പഠിച്ചിട്ടുള്ള പുസ്തകങ്ങളും അവൻ വായിച്ചിട്ടുള്ളതും അവൻ്റെ അറിവും അവൻ്റെ അറിവിൻ്റെ മുമ്പിലൊന്നും നമ്മളൊന്നുമല്ല. അമ്മാരി പുസ്തകങ്ങൾ, അവൻ ഒരു ഓലക്കുടിൽ എന്നൊന്നും പറയാനില്ല, അതും തന്നെ പറിച്ചിട്ടാണ് അവന്. താഴെ മടിയായാൽ അവൻ തുറന്ന് പറയുകയാണ്, മടിയായി കഴിഞ്ഞാൽ ഞാൻ തന്നെ കത്തിച്ച് ഇവിടെ നിന്ന് കഞ്ഞി വയ്ക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ സൈഡിലുള്ള അവൻ്റെ ബുക്സൊക്കെ കൂടി കണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നെ ഒന്നുമില്ല. അപ്പോൾ ആ ഓരോ മനുഷ്യന്മാരിലും ഓരോ ക്വാളിറ്റി ഉണ്ടാകും. ഞാനാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ എൻ്റെ അപ്പുറം ഒന്നുമില്ല എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് മാറ്റി നമ്മൾ ആ ഒരു ആംഗിളിൽ നിന്ന് കാണുമ്പോൾ ഹീസ് ഗ്രേറ്റ്. ഈ പറഞ്ഞ വ്യക്തിയിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നത്? ഞാൻ ഇതേപോലെ തന്നെ വ്ളോഗ് ചെയ്യാൻ പോണു. അത് ഞാൻ അന്നിപ്പോൾ നമ്മുടെ തുടക്കത്തിൽ MGRന്റെ മ്യൂസിയം എടുക്കാൻ പോയപ്പോൾ ആ പരിസരത്തുള്ള ഒരാൾ പറയുന്നതാണ്. പിന്നെ റിസ്ക് എടുത്ത് അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ട് ആദ്യം അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യണു. അപ്പോൾ മൂപ്പര് പറഞ്ഞ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് എടുക്കാതിരിക്കാം. ഇപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന നിങ്ങളല്ല. മൂപ്പര് പറഞ്ഞ ഇപ്പോഴുള്ള ആ ഒരു ഡയലോഗിൽ എനിക്ക് ഒരു കണ്ണാടിയാണ്, ഞാൻ പ്രതിബിംബമായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് നേരത്തേക്ക് കിളി പോയി. പഠിച്ചോനെ, ഇത് എൻ്റെ കിളി പോകണ ലക്ഷണമുണ്ട്. അപ്പം കുറച്ച് നേരമൊക്കെ സംസാരിച്ച്
വ്ളോഗ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഇതിന് എങ്ങനെ ഇത് എൻഡ് ചെയ്യും, എങ്ങനെ തീർക്കും ഒന്നുമില്ല. വാസിലും പെട്ടു, എവിടെ ഇത് കൊണ്ടേ നിർത്തത്, എങ്ങനെ ചെയ്യാം. നിങ്ങളെ കൂടെ എല്ലാ വ്ളോഗിങ് എല്ലാം ഉണ്ടാവും. ക്യാമറാമാനും കൂടിയാണ്, പുള്ളിയാണ് ക്യാമറാമാനും എഡിറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വാസിൽ ഇത് കണ്ടുപിടിച്ചിട്ട് ചോദിച്ചു, എന്താ ചെയ്യുക കൊച്ചാപ്പ? അവൻ്റെ എളാപ്പയാണ് ഞാൻ, എന്താ കൊച്ചാപ്പ ചെയ്യേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോട്ടെ, പോണവരെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സംസാരമൊക്കെ ശരി, കുറേ സംഗതികൾ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു ലെവലിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു സംഗതിയും കൂടി പോണൊരു ലെവലിലേക്ക് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് തിരക്കുണ്ട്, പോട്ടെ ചോദിച്ചു. അല്ല കുറച്ചും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ വേറൊരു സംഗതിനെ കുറിച്ച് സംസാരിക്കാം, അപ്പം ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ട് ആ വരവ് വന്ന് പിന്നെ ഇവിടെ വന്നിട്ട് പുള്ളി കുറേ എഡിറ്റ് ചെയ്ത് നോക്കി, ഒരു ലെവലും കിട്ടുന്നില്ല. പിന്നെ ആളുകൾ ഈ കാണുന്ന പ്രേക്ഷകർ വേറൊരു കിളി പോയി ഒരു സൈക്കോ ആവണ ഒരു ലെവലിലേക്കാണ് ആ വ്ളോഗ് മൊത്തമുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഞാനത് അങ്ങനെ ഒരു മറ്റേ വോയിസ് ഓവർ കൊടുത്ത് പറയുകയാണ് ചെയ്തത്. എന്തായാലും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വ്ളോഗ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര ഒരു സംതൃപ്തിയാണ്. ഞാൻ അറിയാതെ വന്ന് പെട്ടൊരു ഫീൽഡും അതേപോലത്തെ തന്നെയാണെങ്കിലും ഇതിലേക്ക് വന്ന് പിന്നെ ഞാൻ ഗൾഫിലുള്ള എൻ്റെ ജോലി വേണ്ട വെച്ച് ഞാൻ അവിടെ ഒരു ലാസ്റ്റ് ഒരു ഓട്ടോമൊബൈൽ കമ്പനി മാനേജറായിരുന്നു. അപ്പോൾ ജോലി പിന്നീട് വേണ്ട വെക്കുന്നത് രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റാത്ത, ആദ്യം ഇത് രണ്ടും കൂടി കൊണ്ടുപോയിരുന്നു. അതായത് നമ്മൾ ഈ ഒരു 2-3 മാസം കൂടുമ്പോൾ പോലും ഒരു 10 ദിവസം നിൽക്കലും പിന്നെ വരവും അങ്ങനെ ആയിരുന്നു. പിന്നെ ഇത് രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല എന്നായി. പിന്നെ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഇപ്പോൾ ഫുൾ ടൈമായിട്ട് ഇതിൽ പോവാണ്. ഓക്കെ, മാഷാല്ലാ. ഇതിൽ നമുക്ക് പലപ്പോഴും ഇങ്ങനെ തോന്നാറുള്ളൊരു കാര്യം, ചില മഹാദൗത്യങ്ങളുമായിട്ട് പോകുമ്പോൾ ആ ദൗത്യങ്ങളെ നമ്മൾ വളരെ പ്രാർത്ഥനാപൂർവം ഒക്കെ ഇങ്ങനെ അതിനെ നോക്കിക്കണ്ട്, എന്നാൽ ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അതിനെ വീക്ഷിച്ച് ചില അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കുറിച്ചിടും. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പം വ്ളോഗ് ചെയ്യുന്ന. അപ്പോൾ പിന്നെ പലപ്പോഴും ഈ വെൽഫെയർ രംഗത്ത്, സോഷ്യൽ വെൽഫെയർ രംഗത്ത് വ്ളോഗ് ചെയ്യുന്ന പല ആളുകളെ അവരുടെ ഒരു രോഗത്തിൻ്റെ തീഷ്ണത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വീഡിയോയിൽ കൊണ്ടുവരും, അവർ കരയും. അപ്പോൾ എനിക്ക് തോന്നും ആ പാർട്ടൊന്ന് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര മനോഹരമാവും ശരിക്കും. അതിന്മേൽ പൈസ ഒന്നും കുറയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എന്താ പറയുക, നമ്മൾ പറഞ്ഞു വരുമ്പോൾ വേറെ തലത്തിലേക്ക് പോകും. അതായത് വ്ളോഗിങ് മേഖലയിൽ വ്ളോഗേഴ്സ്, യൂട്യൂബേഴ്സ്, ഇൻസ്റ്റഗ്രാമേഴ്സ്, പിന്നുള്ളതാണ് ചാരിറ്റി വർക്കേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു മേഖലയോട് ഒരു നിലയ്ക്കും എനിക്ക് താല്പര്യമില്ല, ഞാനത് ചെയ്യാൻ നിൽക്കില്ല. പലരും വിളിക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, ചാരിറ്റിയോട് താല്പര്യമില്ല. എൻ്റെ ചാരിറ്റി ഞാൻ ചെയ്യേണ്ടതാണ്. അത് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആൾക്കാർ കാണിക്കണ്ടല്ലോ. എങ്കിലും പല വീഡിയോയിലും ഞാൻ ഇപ്പോൾ ഒരാളെക്കുറിച്ച് കാണിക്കുന്ന അയാൾ എന്തുകൊണ്ടും എന്തെങ്കിലും കൊടുക്കാൻ അർഹനായിരിക്കണം. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും കൊടുക്കും, അത് വീഡിയോയിൽ പകർത്തില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ തെറി വരും, നീ അവനിൽ നിന്നും ഇത്ര പൈസ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കൊടുത്തൂടെ സുഹൃത്തെ, ഞാൻ കൊടുത്തിക്കണം, അത് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താ പറയുക, അത് കൊടുക്കണത്, അതായത് ഞാൻ ഇത്രയാണ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എക്സിബിറ്റ് ചെയ്യല്ല, അങ്ങനെ ജസ്റ്റ് ഒന്ന് കയ്യിൽ കൊടുത്തിട്ട് പോകും. അതെന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞമാതിരി തന്നെ ഈ പറഞ്ഞവരുടെ മനസ്സമാധാനത്തെപ്പെടുത്തുക എന്നല്ല, ഞാനങ്ങനെ കൊടുക്കണതിനെ കൊണ്ട് വേറെ ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ പാവം ഒന്ന് കഴിച്ചിലാവുമല്ലോ, ആ ഒരു നെയ്യത്തിലാണ് ആ കൊടുക്കണത് കേട്ടോ. അതിനെതിരെയും പിന്നെ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും രണ്ടഭിപ്രായം വരുമ്പോൾ, ഒന്ന് എന്തിനാണ് ചെയ്തതെന്ന്, രണ്ടാമത്തത് അത് ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പോൾ അത് ഒക്കെ കൂടി തൃപ്തിപ്പെടുത്താൻ പറ്റുമല്ലോ നമുക്ക്. ഈ ശരിക്കും നമ്മൾ ഈ കമൻസ്, ആളുകളുടെ പ്രതികരണം, ഇത് നമ്മളെ രൂപപ്പെടുത്തുന്നുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമല്ല. ആ കമൻസ് എന്താ പറയുമോ, കമൻസ് ഈ പറഞ്ഞ മാതിരി തന്നെ കമൻസിൽ നമ്മൾ ഏകദേശം ഡിവൈഡ് ചെയ്യാം. അത് പലരും ചെയ്യുന്ന കണ്ടൻറ്റിനനുസരിച്ചിട്ട് ചിലവർ എന്താണ് ഈ നെഗറ്റീവ് കമൻറ്റ് വരാനായിട്ട് കുറേ പരിപാടികൾ ചെയ്യും. ഈ നെഗറ്റീവ് കമൻറ്റ് എപ്പോഴും റീച്ച് കൂട്ടും. കമൻറ്റ് കൂടുതൽ വരുന്നതിനനുസരിച്ച് റീച്ച് കൂടും. ചിലവർ ഈ പറഞ്ഞ മാതിരി തന്നെ കമൻറ്റ് എന്തോ ആയിക്കോട്ടെ, ഞാൻ ആ വഴിക്ക് മൈൻഡ് ചെയ്യില്ല എന്ന് പറയും. ഞാനിതിൽ രണ്ടിലും പെട്ടതല്ല. ഞാൻ നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് ഒരിക്കലും റീച്ച് എനിക്ക് വേണ്ട. രണ്ടാമത്തത്, ഈ കമൻറ്റ് ചെയ്യുന്നവരൊന്നും വായടയ്ക്കാൻ പറ്റില്ല, അത് അയാളുടെ റൈറ്റ്സാണ്. പക്ഷേ നമ്മൾ ചിലതിന് തീരെ സഹിക്കാൻ പറ്റാത്ത തെറികൾ വരുമ്പോൾ കംപ്ലീറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യും, ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കും. അങ്ങനെയുള്ള ആൾക്കാർ വേണ്ട. ഈ തെറി പറയണ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ, ഇതിൽ തെറി പറയണവരുണ്ടെന്നുണ്ടെങ്കിൽ ചില ഡിലീറ്റ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ എടുത്ത് ഹൈഡ് ചെയ്ത് ഒഴിവാക്കി വിടും. അല്ലാത്തവരാണെങ്കിൽ ചിലവരെ പറയും, സുഹൃത്തെ ഞാനിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതിൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരു സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ വിഷമിച്ചിരിക്കണം നിങ്ങളെ, ആ ടൈപ്പ് മറുപടികൾ മാത്രം കൊടുത്തിട്ട് അത് ഒഴിവാക്കലാണ്. പിന്നെ എന്താ പറയുക, കമൻറ്റ് മുഖ്യമാണ്, പക്ഷേ ആ കമൻറ്റ് നല്ല രീതിയിലാവുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ ഇന്ന് പഠിച്ചോന്ന് വെച്ചിട്ട് നമുക്കൊരു 90% നല്ല കമൻറ്റുകൾ വരും. പിന്നെ 10%-ൽ ഒരു 5 നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള സൈക്കോസും, 5 പേര് ശരിക്കും നമുക്കൊരു ജ്യേഷ്ഠ തുല്യം
നമ്മളെ ഉപദേശിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മൾ വളരെ ഇതായിട്ട് തന്നെ എടുക്കും. അവർ പറയുന്നത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കും. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും വരുത്തലുണ്ട്. പലപ്പോഴും നെഗറ്റീവ് കമൻസ് വരുമ്പോൾ കുടുംബം അതേപോലെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യാറുള്ളത്? നെഗറ്റീവ് കമൻസ്, അതുപോലുള്ള നെഗറ്റീവ് കമൻസ് ഇന്ന് വരെ അങ്ങനെയുള്ളത് അത്ര ഹാർഷായിട്ടും ആ ബാധിക്കണ കോലത്തിലൊന്നും വന്നിട്ടില്ല. അല്ല, ഫാമിലി റെസ്പോൺസ് വന്നിട്ടുണ്ടോ? അത് ആ കമൻസുകൾക്കെതിരെയൊക്കെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരം വീഡിയോകളൊന്നും ചെയ്യേണ്ടില്ല? അത് ചിലവർ അല്ല, വൈഫ് പ്രത്യേകിച്ച് ഫാമിലിയിൽ നിന്ന് പറയലുണ്ട്, അത് ചെയ്യേണ്ടായിരുന്നില്ല, അതൊന്ന് മാറ്റായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തലുണ്ട്. അല്ലെങ്കിൽ ആ വീഡിയോ തന്നെ, ചില വീഡിയോസ് തന്നെ ഞാൻ ഒഴിവാക്കലുണ്ട്. അത് അത്രത്തോളം ബാധിച്ചു. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏത് വിശ്വാസിയാണ്, എൻ്റെ പേരെന്താണ്, അതിനനുസരിച്ചിട്ടുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നുള്ളതല്ല. നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാ മത രാഷ്ട്രീയ എല്ലാ ഇതിലുള്ള പ്രായഭേദമന്യുള്ള ആളുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളും ഈ പറയുന്ന എന്ത് കണ്ടൻറ് എടുക്കുകയാണെങ്കിലും കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു പാർട്ടിയെയോ ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ വ്യക്തികളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, അത് ആ വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിന്, അല്ലാതെ ഒരു സൈഡ് ചാഞ്ഞുകൊണ്ടിട്ടുള്ള എടുക്കുന്നില്ല. കോമൺ ആയിട്ടുള്ള സംഗതികളെ ചെയ്യുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമ്മുടെ വിശ്വാസപ്രകാരം അത് വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ മറ്റുള്ളവർ നമ്മളുടെ അടുത്ത് പറയും, മൊയ്നുക്ക നിങ്ങൾ ഇതൊരു സംഗതി ചെയ്യുക, ഒരുപാട് പേർക്ക് ഉപകാരമാവും, അതുകൊണ്ട് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ പലരും രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നിർബന്ധിതനാവുന്നുണ്ട്. എന്നാലും അത് വല്ലാതെ ക്രൂഷ്യലാവുന്ന സമയത്ത് ഞാൻ അടുത്ത് ഒഴിവാക്കലുണ്ട്. അതിനൊരു മടി കാണിക്കലില്ല. നമ്മളത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കുന്നതിന് യാതൊരു വിധത്തിലും മടി കാണിക്കില്ല. ഒരു തത്വമുള്ളത് ഇപ്പോൾ ശരിക്കും ഒരു ഇസ്ലാമിൻ്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് നമുക്ക് ഏത് നന്മയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെ. അപ്പം അത് പാലിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ആളുകളെ നോവിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. ശരിക്ക് 1 2 3 4 ഇസ്ലാം പഠിപ്പിച്ച ഒരു സംസാരത്തിൻ്റെ, ഇതിൽ മെയിൻ സംഭവം സംസാരമാണല്ലോ, സംസാരത്തിൻ്റെ ഒരു ഇസ്ലാമിക് ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് വളരെ സേഫായിട്ട് പോകാൻ പറ്റും. തീർച്ചയായും. അത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും ഒരേപോലുള്ളൊരു സംഗതിയാണ്. അപ്പം ഈ പോയിന്റ് ഒന്നുകൂടി നമ്മൾ ഡിസ്കഷൻ്റെ ഇടയിൽ ഞാൻ പറയാണ്, ഈ പോയിന്റ് ഒന്നുകൂടി ഒന്ന് മനസ്സിൽ വെച്ച് വർക്കൗട്ട് ചെയ്താൽ ഇനിയും ഒരുപാട് ഏരിയകളിലേക്ക് മൊയ്ൻകാക്ക് പോകാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ജീവിതം എടുത്തു കഴിഞ്ഞാൽ പ്രവാചകൻ എന്തിലും 100% പോസിറ്റീവാണ്. 2 കാര്യങ്ങളെയും കോട്ട് ചെയ്യാം. ഒന്ന്, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പനച്ചെടിയുണ്ട്, ഇങ്ങനെ അന്ത്യദിനം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഇപ്പോൾ സംഭവിക്കുന്നത്, അതിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങുകയാണ്, നിങ്ങളത് കുഴിച്ചിടാതെ പോകരുത്. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. നിങ്ങളത് കുഴിച്ചിടണം. അവിടെ ഇപ്പോൾ വേണമെങ്കിൽ ഇനി ഇത് കുഴിച്ചിട്ടിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കാമല്ലോ. പക്ഷെ പ്രവാചകൻ അങ്ങനെയല്ല ചിന്തിച്ച്. 2, പ്രവാചകൻ്റെ കൂടെ 9 വർഷം ജീവിച്ച് അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് നീ ചെയ്തില്ല അനസേ? പ്രവാചകൻ്റെ സേവകനായിരുന്നു അദ്ദേഹം. എന്താ അങ്ങനെ ചെയ്യാത്ത അനസേ, എന്താ അങ്ങനെ ചെയ്യാത്ത അനസേ എന്നൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല എന്നാണ്. 2 എക്സാമ്പിൾ ഞാൻ എടുത്തതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കണ്ടൻറ്റിനെ ഇങ്ങനെയും കൂടി ഒന്ന് നോക്കി കണ്ടാൽ, ഇപ്പോൾ നിങ്ങൾ ഇതിന് പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയണത്, വേറൊരു തരം സേഫ്റ്റി നമുക്ക് കിട്ടാനുണ്ട്. തീർച്ചയായും. ഇതിൽ പിന്നെ നമ്മളിതിൻ്റെ ഒരു ചർച്ചൻ്റെ ഒരു ക്ലോസിങ്ങിലേക്ക് പോകേണ്ടതുണ്ട്. സ്പെഷ്യലായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ നിന്നോ മറ്റോ ഒക്കെ എടുത്ത് ഈ ഒരു സെഷനിൽ വരണം തോന്നുന്ന മറ്റു കാര്യങ്ങൾ എന്താണ്? നിങ്ങൾ ചെയ്ത ഒരു എക്സ്ക്ലൂസീവ് വർക്കാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു, വളരെ എക്സ്ക്ലൂസീവായ 2 എണ്ണമാണ്. കുറച്ചുകൂടി വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു സംഗതി? അതല്ല, എന്താ അറിയോ, ഒരു വ്ളോഗർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നത്, ഇപ്പം ഞങ്ങൾക്ക് തന്നെ എല്ലാത്തിനും ഒരു സംഘടന ഉള്ള പോലെ ഞങ്ങളൊന്ന് സംഘടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ട്രഷററാണ്, അങ്ങനെ ഒരു ഭാരമെടുത്ത് തലയെ വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രസിഡന്റ് നമ്മളെ ഖാദർ കരിപ്പൊടി, സെക്രട്ടറി നമ്മുടെ മലപ്പുറത്ത് തന്നെയുള്ള സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ ട്രഷറർ ഞാനുമാണ്. അപ്പോൾ സംഘടന എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു സംഘടന അതിനെ പറഞ്ഞ് പുച്ഛിക്കണവരുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് സമൂഹത്തിന് ചെയ്യുന്നത്, അതായത് നേരത്തെ പറഞ്ഞ ആ സൈക്കോ ടീമുകളാണ്. അപ്പോൾ
അങ്ങനെ ആ ഒരു സംഘടനാ തലത്തിൽ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. ഒറ്റയ്ക്ക് ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള മാതിരി ഒറ്റയ്ക്ക് ഒരു ഈർക്കിളി പൊട്ടിക്കാൻ പറ്റും, അതേസമയം ചൂല് പൊട്ടിക്കാൻ കഴിയില്ല. ആ ഒരു സംഘടനാ ബലം എന്ന് പറയുന്നത് അതന്നെ. ഇപ്പോൾ ഈ സംഘടിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ഏറ്റവും അതിപ്പോൾ സംഘടന കഴിഞ്ഞു, സംഘടനേൻ്റെ മെമ്പർഷിപ്പിൻ്റെ പരിപാടിയായിരുന്നു ഈ ഓഗസ്റ്റ് 5 ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മുടെ ഈ വയനാട് പ്രശ്നത്തോടെ നമ്മൾ ആ പരിപാടി മാറ്റിവെച്ചു. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ വേറെ കുറേ സംഗതികളുണ്ട്. ആ സംഘടന ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്താനും നമ്മൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് നിന്നുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വാങ്ങിച്ച് ഒരുപാട് സംഗതി ഏകദേശം 29ഓളം വണ്ടികൾ സാധനം അവിടെ എത്തിച്ചു. അത് എത്തിക്കൽ മാത്രമല്ല, ഇപ്പോഴുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലക്ട്രേറ്റിലായാലും ഫസ്റ്റ് നമ്മൾ കലക്ട്രേറ്റിലാണ് കൊടുത്തത്. പിന്നെ ഒരുപാട് കുന്നുകൂടി കിടക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ കുന്നുകൂടി വേസ്റ്റ് ആക്കുക, അതൊക്കെ ഒരു പ്രഹസനമാരി ആയി മാറുന്നൊരു ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ തന്നെ അവിടെ സ്റ്റോർ വെച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അർഹരിലേക്ക് എത്തിക്കാനും ശ്രമിച്ചു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രളയം നടന്ന് ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ളവർ അതുമായിട്ട് ബന്ധപ്പെട്ടവർ അല്ലാതെ തന്നെ വയനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടം തൊഴിലാളികളാണ്, കൂലിപ്പണിക്കാരുമാണ്. അവർ ഒരു ദിവസം ഈ ഒരു പണിക്ക് പോയിട്ടില്ലെങ്കിൽ അവരുടെ വീട്ടിൽ അടുപ്പ് കത്തൂല. അപ്പോൾ അവരൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി. അപ്പോൾ അവരുടെ വീടുകളിലും കൂടി ഭക്ഷണ സാധനം എത്തിക്കാനും അവരുടെ ആ കാര്യങ്ങളും കൂടി നോക്കാനും നമുക്ക് ആദ്യഘട്ടത്തിൽ സാധിച്ചു. ഇനി 2ാം ഘട്ടവും 3ാം ഘട്ടം ഇതിൽ ഞാൻ ഈ സാന്ദർഭികമായിട്ട് പറയാം. ഞാൻ ഇന്നലെ വി ഡി സതീശൻ സാറിൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞല്ലോ, നമ്മളെ ഇരുത്തന്നിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പുതിയൊരു സംരംഭം കൊണ്ടുവന്നിട്ടുണ്ട്, വിസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ. ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ് നിലവിൽ. നമ്മളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആപ്പിൻ്റെ പ്രത്യേകത, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തരുടെയും സ്റ്റോറിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഇനി ആളുകൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നത് കൃത്യമായി ആഡ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം, അതായത് വേണ്ട സാധനങ്ങൾ ഇല്ലാതും ആവശ്യമുള്ള സാധനം തന്നെ അത് ഒരുപാട് കൂടിക്കിടക്കുന്നത്. ഞങ്ങൾ ഈ കവളപ്പാറ ദുരന്തം കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു നല്ല മാസീവ് ഇറക്കിറങ്ങി. അതായത് മീഡിയ മടങ്ങി, പൊതുവെ ആളുകളൊക്കെ മടങ്ങിയ ഒരു സമയം നോക്കിയിട്ട് നമ്മൾ പോയി. ആളുകളൊക്കെ ചളി നീക്കി അവരെ വീട്ടിലേക്ക് എത്തി. വീട് നഷ്ടപ്പെട്ട ഒരു അവർക്കുള്ള ഷെൽട്ടറിലാണ്. അപ്പോൾ അവരെ പോയി കണ്ടു, അവരോട് വിശദാംശങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ആളുകൾക്ക് ഒരുപാട് ആവശ്യമുണ്ട്, ചെയ്യാൻ ഒരുപാട് സന്നദ്ധരാണ്. പക്ഷെ ഇത് ലിങ്ക് ചെയ്യിക്കാൻ പറ്റണില്ല. അന്ന് ഉണ്ടായ ഒരു ആശയമാണ് അത്. ഞങ്ങൾ അന്നൊരു ഗൂഗിൾ ഫോമും എക്സലൊക്കെ വെച്ചിട്ടാണ് ആ സാധനം ചെയ്തിരുന്നത്. ഇത് നമ്മുടെ ടെക്നിക്കൽ ടീം വളരെ ചെറിയൊരു ടൈം കൊണ്ട് ഇപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പിന്നെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് നമ്മൾ പറയണേ, നമുക്ക് യാതൊരു ക്രെഡിറ്റും ഇല്ലാതെ ഈ പോർട്ടൽ ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കൊടുക്കാൻ നമ്മൾ വില്ലിംഗ് ആണ്. നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇത് എത്തി എന്നുള്ളത് ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പേഴ്സണെ കൊണ്ട് അത് പുറത്തേക്ക് ഇടിച്ചിട്ടുള്ളത്. മറ്റേത് ഇപ്പം ഇവിടെ ശരിക്ക് നടക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആളുകൾ വില്ലിംഗ് ആണ്, എന്തും ചെയ്യാൻ റെഡിയാണ്. ജനങ്ങൾ വേഗം ഭക്ഷണത്തിലേക്കും വസ്ത്രത്തിലേക്കും പോണത്, ചങ്ക് പൊട്ടി ഈ ചുരം കയറണത്, ഈ 200 അടി മുകളിൽ നിന്ന്, ഈ മറ്റേ ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ ബോഡി ഉടഞ്ഞ് അത് ഒഴുകിപ്പോണതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക നില എപ്പോഴേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള നിലക്കാണ്. ശരിക്കും സിസ്റ്റം ചെയ്യേണ്ടത് പിന്നെ ഇന്നത് ചെയ്യണമെന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ശരിക്കും നമുക്കൊരു പബ്ലിക് ഡാഷ്ബോർഡ് കിട്ടണം. ഞാനിത് എന്തിനാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടീം വർക്കിൽ ഈ ഒരു മെസ്സേജ് ഒന്ന് ഉയർന്നു വരണം. അതായത് ഇന്ന സാധനങ്ങളൊക്കെ വേണം എന്നത് പബ്ലിക് എന്ത് ചെയ്യണം, ഗവൺമെൻറ് സിസ്റ്റത്തിൽ നിന്ന് കിട്ടണം. തീർച്ചയായും എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. അല്ല, നമ്മൾ ചെയ്തതും ആ ഒരു സ്റ്റൈൽ തന്നെയാണ്. എത്രത്തോളം അത് നമ്മളത് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ. ഒന്നാമത് നമ്മൾ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് കൂടി ആലോചിക്കാൻ വേണ്ടി പോയതാണ്. പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും പിന്നെ 1-2 എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. അതായത് ആ ഇൻസിഡൻറ്റ് ഉണ്ടായ അന്ന് രാത്രി പോയതാണ്. അവിടെ വെച്ചിട്ട് നമ്മളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട അനു എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. അവരുടെ വീട്ടിൽ വെച്ചിട്ട് രാത്രിയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് പ്ലേസ് എന്നുള്ളത് എനിക്ക് നരിക്കുനിയിൽ അവിടെ വെച്ചിരുന്നു. അപ്പോൾ അവരുടെ അമ്മയും അവർ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തത്. അവർ വീട് മൊത്തം അവർ ഒഴിഞ്ഞു തന്നു. നിങ്ങൾ എന്താ വേണ്ട ചെയ്തോളി മക്കളെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഡൈനിങ് ടേബിളിൽ ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് നമ്മുടെ വാർ റൂം, ഇവിടെ വെച്ച് അങ്ങോട്ട് തുടങ്ങിയല്ലേ മൊയിനക്കാരണം. അത് ആ കാര്യത്തിലൊക്കെ ഖാദർ കരിപ്പൊടിയൊക്കെ എടുത്ത തീരുമാനം ഭയങ്കര ഇതായിരുന്നു.
അവിടെ വെച്ചിട്ട് എൻ്റെ ഇതേ 2 മൊബൈലും വെച്ച് നമ്മൾ ഇങ്ങോട്ട് പരിപാടി എല്ലാവരും വിളിക്കുകയാണ്, എല്ലാവരും ഓടി എത്തുകയാണ്, ആ പോയിന്റിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് നമ്മൾ ഈ വയനാട്ടിലൊരു ടീമിനെ ആദ്യം സെറ്റ് ചെയ്യണം, എന്നിട്ട് അവരുടെ നിന്ന് ഇൻഫർമേഷൻ എടുക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കാ എന്താ സാധനങ്ങൾ, ആ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഉടനടി വയനാട് എത്തിക്കാനും അവർക്ക് കൊണ്ടേ കൊടുക്കാനും ഉള്ളൊരു സംവിധാനം. അങ്ങനെ ഒരു സ്ട്രക്ചർ നമുക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി ഇത്ര സിസ്റ്റമാറ്റിക് അല്ലെങ്കിലും നമ്മളെ കൊണ്ടും കുറേ സംഗതികളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇതിൻ്റെ ഒരു ക്ലോസിംഗിലേക്ക് പോകണം. പീസ് റേഡിയോ കഴിഞ്ഞ 10 വർഷമായി സമൂഹത്തിലുണ്ട്. വ്യത്യസ്ത മേഖലയിൽ കുറേ മനുഷ്യരെ, ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ, നമ്മൾ അങ്ങനത്തെ കൊണ്ടുവരല് ഫുള്ളായിട്ട്. പൊതുവെ ഇപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു സെഷൻ തന്നെ ഉണ്ട്, സവിശേഷം എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. അവിടെ അങ്ങനത്തെ ആളുകളെ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന നിയമം, അല്ലാത്ത ആളുകൾ നമ്മൾ കൊണ്ടുവരില്ല. അപ്പോൾ നിങ്ങൾ പെരിന്തൽമണ്ണക്കാരനാണ്, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ആശയം ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഭാവിയിൽ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഏതായാലും കുറഞ്ഞ സമയം ഒരു എത്തിക് വ്ളോഗിങ്ങിൻ്റെ മെസ്സേജ് അദ്ദേഹത്തിന് ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിങ്ങളുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസർ ആവണം എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ചർച്ച ചെയ്ത് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം ആകാൻ പാടില്ല എന്ന് നിങ്ങളുടെ ഇടയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യണം. അങ്ങനെയല്ലോ, ഒരു ആത്മവിമർശനമാകാലോ. നമ്മൾ നെഗറ്റീവ് നമുക്ക് ഈ ഒരു വ്ളോഗിങ് മേഖലയിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരാളുടെയും ഒരു സ്വാതന്ത്ര്യത്തിൽ നമുക്ക് കൈകടത്താനും കഴിയില്ല. എങ്കിലോ നമ്മൾ ചില ആശയങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ ഇതുണ്ടായ സമയത്ത് ഡിസാസ്റ്റർ ടൂറിസം പാടില്ല. അവിടെ പോയിട്ട് ആരെങ്കിലും നമ്മളിൽ, അതായത് കിക്കിൻ്റെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മളത് തടയപ്പെടും. നിങ്ങൾ കിക്കിൽപ്പെട്ടവരെല്ലാവരും അത് ഇന്ന ആളെ എടുത്ത് പറയുന്നില്ല. അങ്ങനെ ഓരോരുത്തർ ചെയ്തു, അവർക്ക് വാണിംഗ് കൊടുത്തു, അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഒരാൾ എടുക്കുന്ന കണ്ടന്റ്, അയാൾ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, അതിലാരും കൈകടത്തരുത് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെ ഉള്ളിലുള്ള കറക്റ്റ്. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു പൊതുവായ പോളിസി ഉണ്ടാക്കാലോ. അതായത് ഒരു അടിച്ചേൽപ്പിക്കലോ ഭരണഘടനയൊന്നുമല്ല. അല്ല, നമുക്കൊരു ഭരണഘടനയിൽ തന്നെ ഉണ്ട്. ഈ പറഞ്ഞ മാതിരി തന്നെ പോക്സോ കേസിൽപ്പെട്ടവര്, അതേപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലം വരികയാണെങ്കിൽ അവരെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തും. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സംഗതികളൊക്കെ വരുമ്പോൾ നമ്മൾ അതിലൊരു മാറ്റവും വരുത്തുന്നില്ല. ഓക്കെ, നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് ടൈം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ബാറക്കല്ലാഹു ഫീക്ക് ഇന്നത്തെ ദിവസം പങ്കെടുത്തതിൽ വളരെ വലിയ സന്തോഷം അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ജസാക്കുല്ലാഹ് ഖൈർ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്ക്.